നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കാർമേഘം മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് പലയിടത്തും. ഇടിവെട്ടി മഴ പെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്. അതേ അവസ്ഥയാണ് ഇപ്പോൾ പിണറായി സർക്കാരിൽ. ആകെ ഒരു മൂടിക്കെട്ടൽ. PM ശ്രീ ഇടതുപക്ഷത്തെ ശ്രീ അല്പം കുറച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. രണ്ടിലൊന്നറിയാതെ പിന്നോട്ടില്ല എന്ന് CPIയും പദ്ധതിയുമായി മുന്നോട്ടെന്ന വിദ്യാഭ്യാസ വകുപ്പും പറയുമ്പോൾ പ്രതിസന്ധി കടുക്കുകയാണ്. എന്തായാലും തെരുവിൽ പ്രതിഷേധം കത്തിക്കാൻ തന്നെയാണ് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഒരുങ്ങുന്നത്. ഇന്നും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന ഉറപ്പ്. നമുക്ക് എന്തായാലും ഇന്നത്തെ വാർത്തകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. PM ശ്രീയിൽ CPMനെതിരെ സമ്മർദ്ദം ശക്തമാക്കി CPI. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന മുന്നറിയിപ്പുമായി CPI കേന്ദ്ര നേതൃത്വം. D രാജ MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. പ്രതിഷേധം പരസ്യമാക്കി CPIയുടെ യുവജന സംഘടനകൾ. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് തുടരുന്നു. ബംഗളൂരുവിലെ വീട്ടിലും സ്വർണം വിറ്റെന്ന് പറയുന്ന സ്ഥലത്തും എത്തിച്ച് തെളിവെടുക്കും. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴിയെടുക്കും. BJPയുടെ രാപകൽ പ്രതിഷേധം തുടരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. നിതീഷ് കുമാറിനെ BJP മുഖ്യമന്ത്രിയാക്കില്ലെന്ന് ആവർത്തിച്ചു മഹാസഖ്യം. യുവാക്കളുടെ വോട്ട് ലക്ഷ്യമിട്ട് തേജസ്വിയും പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ട് മഹാസഖ്യവും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് 17 ഫൈനലുകൾ. 200 മീറ്റർ ഫൈനലുകൾ വൈകിട്ട്. അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ മുന്നേറ്റം. ഓവറോൾ പോയിന്റ് നിലയിൽ ആധിപത്യം ഉറപ്പിച്ച് തിരുവനന്തപുരം. ഇന്ത്യ ഓസ്ട്രേലിയ അവസാന ഏകദിനം ഇന്ന്. സമ്പൂർണ്ണ തോൽവി ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങി. നവംബറിൽ ടീം അങ്കോളയിലേക്കെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പ്രധാന വാർത്തയായി ആദ്യ വാർത്തയായി വരാൻ സാധ്യതയുള്ളത് PM ശ്രീ തന്നെയാണ്. PM ശ്രീയിൽ CPMനെതിരെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് CPI. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ല എങ്കിൽ കടുത്ത നടപടി എന്നാണ് CPI കേന്ദ്ര നേതൃത്വം നൽകുന്ന ഒരു മുന്നറിയിപ്പ്. എന്തായാലും D രാജയും MA ബേബിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അതിനിടെ പ്രതിഷേധം പരസ്യമാക്കുകയാണ് CPIയുടെ യുവജന സംഘടനകൾ. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ആകെ ഇടതുപക്ഷത്ത് ഒരു പ്രതിസന്ധിയാണ്. ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഒരു വിഷയം. സാമ്പത്തികം ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ തരമില്ല വിദ്യാഭ്യാസ വകുപ്പിന്. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇടഞ്ഞു നിൽക്കുന്ന CPIയെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? തീർച്ചയായും അതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുന്നു. ഇലക്ഷന്റെ വിജ്ഞാപനം വരാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു വേളയിലാണ് ഇടതുമുന്നണിയിൽ അസാധാരണമായ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പൊട്ടിത്തെറിയുടെ വക്കൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പരസ്യമായ പ്രതിഷേധം CPI രേഖപ്പെടുത്തുന്നു. ഇതൊരു മുന്നണി മര്യാദകളുടെ ലംഘനം തന്നെയാണ്. ഇതൊരു സർക്കാർ ഇവിടെ ഉണ്ടോ എന്ന രീതിയിൽ സ്വന്തം സർക്കാരിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ സ്വന്തം സർക്കാരിനെ തള്ളിപ്പറയുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ രീതിയിൽ കടുത്ത പ്രതിഷേധമുള്ളപ്പോൾ CPI 3 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. അതായത് 27-ന് ആലപ്പുഴയിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നു. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മുന്നണിയിൽ നിന്ന് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അതല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെച്ചൊഴിയുന്നു. ഈ രീതിയിലുള്ള കടുത്ത തീരുമാനത്തിലേക്കും നിലപാടിലേക്കും CPI പോകാൻ തയ്യാറാവുകയാണ്. പക്ഷെ അതിനുള്ളിൽ ആ 3 ദിവസത്തിനുള്ളിൽ കൃത്യമായൊരു നിലപാട് CPI മുന്നോട്ട് പറയുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് PM ശ്രീയിൽ ഇപ്പോൾ MOU ഒപ്പിട്ടതേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്നും പിന്മാറണം എന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ കൃത്യമായ അങ്ങനെ ഒരു ആവശ്യം CPI പറയുന്നു. നയപരമായ ഈ ഒരു കാര്യം എന്താണോ CPIയും ഇത്രയും കാലം PM ശ്രീയുമായി ബന്ധപ്പെട്ട നിലപാട് മുന്നോട്ട് വെച്ചത് അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPI വില്ലിങ് അല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് PM ശ്രീയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെയും ഒരു മുന്നണിയുമായി ആലോചിക്കാതെ അതായത് കൃത്യമായ നയപര കാര്യങ്ങൾ ചർച്ചയൊന്നും നടത്താതെ ഏകപക്ഷീയമായിട്ട് തീരുമാനം
ഈ രണ്ട് കാര്യങ്ങളിലുമാണ് CPI കടുത്ത വിയോജിപ്പും പ്രതിഷേധവുമായി നിൽക്കുന്നത്. ഇതിലൊരു തീരുമാനമുണ്ടാകണമെന്ന് പറയുന്നതാണ് 3 ദിവസത്തെ സമയം. അതേസമയം മുഖ്യമന്ത്രിയാകട്ടെ വിദേശ സന്ദർശനത്തിലാണ്. അദ്ദേഹം ഒമാനിലാണ്. പര്യടനം കഴിഞ്ഞ മുഖ്യമന്ത്രി 26-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. മുഖ്യമന്ത്രി വന്നതിന് ശേഷം മാത്രമേ നിലവിൽ ഇടതുമുന്നണി യോഗം ചേരുകയോ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കൂ എന്ന് CPM ആലോചിക്കാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷെ അതിനുള്ളിൽ ഒരു തീരുമാനത്തിലെത്താനും കഴിയുന്നില്ല. എന്നാൽ CPIയുടെ യുവജന സംഘടനകളാകട്ടെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്കും ഓഫീസിലേക്കും ഒക്കെ വലിയ രീതിയിൽ കടുത്ത പ്രതിഷേധവുമായി ASFും AYFും ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതൊക്കെ CPMനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കുകയാണ്. ഭരണമുന്നണിയിൽ നിന്ന് CPI തന്നെ പരസ്യമായി പ്രതിപക്ഷത്തോടൊപ്പം എന്ന രീതിയിൽ നിൽക്കുമ്പോൾ 3 ദിവസത്തെ ഡെഡ് ലൈൻ നൽകിയിരിക്കുകയാണ്. അത് വളരെ പ്രധാനമാണ്. അതിനുള്ളിൽ 2-1 അറിയണമെന്ന് CPI പറയുന്നു. അപ്പോൾ ഒരു മുന്നണി മാറ്റത്തിനുള്ളൊരു സാധ്യത എങ്ങാനും കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ UDFിലേക്കുള്ള ഒരു ക്ഷണമൊക്കെ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ സമയത്ത് ഒരിക്കലും ഒരു മുന്നണി മാറ്റത്തിലേക്ക് ആ രീതിയിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഒരിക്കലും CPI പോവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനമൊന്നും CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്ന് നേതാക്കൾ രഹസ്യമായും അല്ലാതെയും ഒക്കെ തന്നെയും അവരുടെ നിലപാട് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇത് പരസ്യമായി അനൗദ്യോഗികമായി അവരുടെ നിലപാട് പറയുന്നുണ്ട്. അങ്ങനെ പരസ്യമായ ഒരു വേദിയിൽ പൊതുവേദിയിൽ അവരത് അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴും CPI പ്രതീക്ഷിക്കുന്നത് ഈ 3 ദിവസത്തിനുള്ളിൽ CPMൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും. ഒരു ചർച്ചയ്ക്ക് വഴിക്കും. ഒരുപക്ഷെ ഈ ദേശീയ സെക്രട്ടറിമാർ, അതായത് CPIയുടെ ജനറൽ സെക്രട്ടറി D രാജയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം പരിഹരിക്കും. പക്ഷെ അപ്പോഴും സംസ്ഥാനത്തിന്റെ വിഷയമാണ്. ഇവിടെ ദേശീയ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുകയല്ല. അതിനേക്കാൾ ഉപരി സംസ്ഥാനത്ത് CPI നേതൃത്വം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അന്തിമവും നിർണായകവുമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒമാനിൽ നിന്ന് മുഖ്യമന്ത്രി 26-ന് മടങ്ങി എത്തുമ്പോൾ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുമായി കൃത്യമായ ആശയവിനിമയം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നിലപാടെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി 26-ന് മടങ്ങി വരുന്നു. അതിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ദിവസം ഒരു ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർത്ത് CPIയുമായി ചർച്ച നടത്തി ഇവരെന്താണോ CPI മുന്നോട്ട് വെക്കുന്നത് ആ തീരുമാനം, അതായത് PMCയിൽ നിന്ന് പിന്മാറുക, അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് CPI നേതൃത്വം. പക്ഷെ അതിലേക്ക് CPI പാർട്ടി, അതായത് സർക്കാർ എത്തുമോ എന്നാണ് അറിയേണ്ടത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ നഷ്ടമാകുന്ന ഫണ്ടുകളുടെ വലിയ തുകയുമൊക്കെയാണ് എണ്ണിപ്പറയുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ആയാലും വിദ്യാഭ്യാസ മന്ത്രിയായാലും. പക്ഷെ CPIയുടെ ഈ ഒരു പിടിവാശിക്ക് മുന്നിൽ അല്ലെങ്കിൽ CPI ഈ രീതിയിൽ പരസ്യമായി നിലപാടെടുത്ത് മുന്നണിയിൽ നിന്നും മാറുമോ അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെച്ചൊഴിയുമെന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന വേളയിൽ അവരുടെ മുന്നിൽ മുട്ടുമടക്കുമോ അതോ വീണ്ടും അവരുടെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വകവയ്ക്കാതെ മുന്നോട്ട് പോകുമോ? ഇതൊക്കെ തന്നെ ഏറ്റവും നിർണായകമാണ്. എന്തായാലും CPIയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ LDFിനെ സംബന്ധിച്ചോ എന്തായാലും അൺഫിൽട്ട് സൂചിപ്പിച്ച പോലെ വരും മണിക്കൂറുകൾ, ദിവസങ്ങളൊക്കെ നിർണായകമാണ്. 3 ദിവസമാണ് നൽകിയിരിക്കുന്ന സമയം. അതിനുള്ളിൽ CPIയെ അനുനയിപ്പിക്കാൻ CPMനാകുമോ? കാത്തിരുന്ന് തന്നെ കാണുന്ന വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൺഫിലിഡ് ഡിസൂസ. എന്തായാലും PM ശ്രീയിൽ നമ്മൾ നേരെ വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കഴിഞ്ഞ ദിവസമൊക്കെ ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്, ബെല്ലാരിയിലെ വ്യാപാര സ്ഥാപനം, ഹൈദരാബാദ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിൽ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തും. ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഇന്ന് ഉണ്ടാകാനാണ് സാധ്യത. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ വ്യാപാരിക്ക് ഒരു സ്വർണം വിറ്റതായുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 30 വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനുള്ളിൽ ആവശ്യത്തിന് വേണ്ട തെളിവെടുപ്പുകളൊക്കെ നടത്തണം. നിർണായകമാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു തെളിവെടുപ്പ്, ഒപ്പം തന്നെ ഇന്ന് കൂടുതൽ പേരിലേക്ക് മൊഴിയെടുപ്പ് ഉണ്ടാകുമെന്ന് അറിയുന്നു. അന്വേഷണം മൊത്തത്തിൽ എങ്ങനെയാണ് പോകുന്നത്? ശ്രീജ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുപ്പ് തുടരുകയാണ്. ഈ തെളിവെടുപ്പ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തിയത്. ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, അതുപോലെ തന്നെ ബെല്ലാരിയിലെ വ്യാപാര സ്ഥാപനം, ഈ ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണി ചെയ്തു എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയ, അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുക്കുമെന്നാണ് നിലവിൽ
സാധിക്കുന്ന സൂചന. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കവർച്ച നടന്നിട്ടുള്ള സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇതിനായാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധനാണ് ഇത്തരത്തിൽ ഈ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ച സ്വർണം കൈമാറിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മൊഴി നൽകിയിരുന്നതാണ്. അതുപോലെ തന്നെ ഈ വ്യാപാരിയും ഇത്തരത്തിൽ ഈ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിൽ ഇത് സമ്മതിച്ചിരുന്നു. ശബരിമലയിലെ പൂജാരിയാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമീപിക്കുന്നതെന്നും ഇത്തരത്തിൽ ഈ സ്വർണം തനിക്ക് കൈമാറിയിട്ടുള്ളതായും ഗോവർദ്ധനും മൊഴി നൽകിയതായാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സ്വർണം കവർച്ച നടന്നിട്ടുള്ള സ്വർണം ഇല്ലെങ്കിൽ ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ 30-നാണ് കസ്റ്റഡി കാലാവധി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുക. ഇതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ഈ പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിലവിൽ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്ന് തന്നെ ഈ ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരുടെയൊക്കെ മൊഴിയെടുക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും ഈ തെളിവെടുപ്പ് കൂടി നടക്കുന്നതോടെ ഒരുപക്ഷെ ഈ സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. ഏതായാലും ഇന്നാണ് ഈ നിർണായകമായ തെളിവെടുപ്പുകളൊക്കെ തന്നെ ആരംഭിക്കുക. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ തെളിവെടുപ്പ് തുടരും. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ മുരാരി ബാബു കേസിലെ 2ാം പ്രതിയായി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിലെത്തിയൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ഈ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ആതിര, ഈ പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഇങ്ങനെ ഒരറ്റത്ത് നടക്കുന്നു, പക്ഷേ പ്രതിഷേധം BJP അങ്ങനെ കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത്. രാത്രിയൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധം, മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു, എങ്കിലും ശരണം വിളികളോടുകൂടി പ്രതിഷേധം ശക്തമാക്കുന്നത് നമ്മൾ കണ്ടു BJP. ഇന്നും അവർ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് 3 ഗേറ്റുകളൊക്കെ ഉപരോധിക്കുമെന്ന് അറിയുന്നു. എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തുമെന്ന് അറിയുന്നു. അവരുടെ ഒരു പ്രതിഷേധം എങ്ങനെയാണ്? ശ്രീജ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP ഒരു ഘട്ടത്തിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ ആദ്യഘട്ടം, ഈ ആരോപണം ഉന്നയിക്കുന്ന ആദ്യഘട്ടം മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് പ്രതിഷേധത്തിനൊരു അയവ് വന്നു. പക്ഷേ വീണ്ടും ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരാനാണ് BJPയുടെ തീരുമാനം. ഏകദേശം ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ BJP രാപകൽ ഉപരോധ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കളൊക്കെ തന്നെ എത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ ഉപരോധ സമരം ആരംഭിക്കുകയും ശരണം വിളികളോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടാണ് ഉപരോധ സമരമൊക്കെ തന്നെ ഇവർ പങ്കെടുത്തത്. ഏതായാലും ഇന്ന് വൈകുന്നേരം വരെയാണ് ഈ ഉപരോധ സമരം തീരുമാനിച്ചിട്ടുള്ളത്. 3 ഗേറ്റുകൾ, സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾ പ്രവർത്തകർ ഇന്ന് വളയുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന. അതുപോലെ തന്നെ ഈ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നും ഈ BJP പ്രവർത്തകർ ഉൾപ്പെടെ ഇന്ന് തലസ്ഥാന നഗരിയിലെത്തും. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തുടരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരം വരെ BJPയുടെ ഉപരോധ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരും. ഈ ദേവസ്വം ബോർഡിന്റെ ഈ ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ BJP നിലവിൽ പ്രതിഷേധം തുടരുന്നത്. ശരി, അതിനെന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും. അതിനിടെ BJP തങ്ങളുടെ പ്രതിഷേധവും ശക്തമാക്കുകയാണ്. എന്ന 3 ഗേറ്റുകൾ, സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളൊക്കെയാണ് വളയുന്നത്. അങ്ങനെ അവരും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. മഴയിൽ കുളിച്ച് കേരളം. സംസ്ഥാനത്തൊട്ടാകെ ശക്തമായ മഴയാണ്. ശക്തമായ മഴ തുടരുന്നതിനിടെ സംസ്ഥാനത്ത് മോന്ത ചുഴലിക്കാറ്റിൻ്റെ ഒരു ഭീഷണി കൂടി വരുന്നുണ്ട്. അതിതീവ്ര ന്യൂനമർദ്ദം ഒക്ടോബർ 27-ന് ചുഴലിക്കാറ്റായേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂരും കാസർഗോഡും യെല്ലോ അലേർട്ടുണ്ട്. വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, മൊത്തത്തിൽ മഴയാണ്, പലയിടത്തും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇപ്പോൾ ഇതാ ഒരു ചുഴലിക്കാറ്റ് ഭീഷണി കൂടി വരുന്നു. എങ്ങനെയാണ് മുന്നറിയിപ്പൊക്കെ? ശ്രീജ, സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു. അത് ഇങ്ങനെയാണ്: തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് 8 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.
വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തിൽ വലിയ അളവിൽ ഇന്ന് ഇപ്പോൾ രാവിലെ ഒന്നും മഴ പെയ്തിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ കിഴക്കൻ മലയോര മേഖലകളിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയായിരുന്നു അർദ്ധരാത്രി മുതൽ പെയ്തിട്ടുണ്ടായിരുന്നത്. മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം വരും മണിക്കൂറിൽ മധ്യ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദമുണ്ട്. ഇത് ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മലപ്പുറത്തുൾപ്പെടെ ഇന്നലെ വലിയ അളവിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ചുഴലിക്കാറ്റിലും മഴയിലും വാഴകളും ഒപ്പം തന്നെ കപ്പ കൃഷിയും എല്ലാം തന്നെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കർഷകരെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് കടലിൽ പോകുന്നവർക്കുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലയിലേക്കുള്ള ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി രാകേഷ്, എന്തായാലും ശക്തമായ മഴ തുടരുന്നതിനിടെ സംസ്ഥാനത്ത് ഈ മോന്ത ചുഴലിക്കാറ്റിൻ്റെ ഒരു ഭീഷണി കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രതയിൽ തന്നെ ഇരിക്കുക. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രാകേഷ്. എന്തായാലും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിവരങ്ങളാണ്. അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സവിശേഷ തിരിച്ചറിയൽ നമ്പർ എല്ലാ വോട്ടർമാർക്കും നൽകിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുക. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 14 വരെയാണ് പട്ടിക പുതുക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുള്ളത്. 4.5 ലക്ഷത്തിലേറെ പേർ പട്ടിക പുതുക്കാൻ അപേക്ഷ നൽകിയിരുന്നു. കരട് പട്ടികയിൽ 2.83 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് 17 ഫൈനലുകൾ നടക്കും. 200 മീറ്റർ ഫൈനലുകൾ വൈകുന്നേരത്തോടെയാണ് ആരംഭിക്കുക. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാട് തന്നെയാണ് മുന്നിൽ. ഓവറോൾ പോയിന്റ് നിലയിൽ കപ്പുറപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം. എന്തായാലും വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, മൊത്തത്തിൽ കായിക വിശേഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഇന്നിപ്പോൾ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുക, പോയിന്റ് പട്ടിക എങ്ങനെയാണ്, മൊത്തത്തിലുള്ള വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? ശ്രീജ, കായികമേളയിൽ ഇന്ന് 17 മത്സരങ്ങളുടെ ഫൈനലുകളാണ് നടക്കുക. ഈ ജാവലിൻ ത്രോയുടെ മത്സരങ്ങൾ നേരത്തെ നടക്കാൻ നിശ്ചയിച്ചിരുന്ന ജാവലിൻ ത്രോയുടെ 3 മത്സരങ്ങൾ പക്ഷേ നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് മത്സരങ്ങൾ അതുപോലെ 200 മീറ്ററാണ് പ്രധാനമായും ആകർഷകമായ മത്സരം. അത് ഇന്ന് ഏകദേശം 5:10 വൈകുന്നേരം 5:10 200 മീറ്ററിന്റെ ഫൈനൽ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. ഈ അത്ലറ്റിക്സ് വിഭാഗങ്ങളിൽ പാലക്കാടാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 113 പോയിന്റുമായി പാലക്കാടാണ് മുന്നിലുള്ളത്. തൊട്ടുപിന്നിൽ മലപ്പുറമുണ്ട്. നിലവിൽ ഞാനുള്ളത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്താണ്. പ്രധാനമായും അത്ലറ്റിക് മീറ്റുകളിലെ ഈ അത്ലറ്റിക് മത്സരങ്ങളൊക്കെ തന്നെ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. രാവിലെ 3000 മീറ്റർ ആൺകുട്ടികളുടെ 3000 മീറ്റർ നടത്ത മത്സരത്തോടു കൂടിയാണ് ഇന്നത്തെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കമായത്. ഇപ്പോഴിവിടെ നടക്കുന്നത് സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്ത മത്സരമാണ്. ഈ തിരുവനന്തപുരം 1200-ലധികം പോയിന്റുകളുമായി തിരുവനന്തപുരമാണ് നിലവിൽ ഈ സ്വർണ്ണക്കപ്പിന് അടുത്തുള്ളത്. 1297 പോയിന്റുകളാണ് തിരുവനന്തപുരം നിലവിൽ നേടിയിരിക്കുന്നത്. തൊട്ടു പിന്നിൽ തൃശ്ശൂരുണ്ട്. 601 പോയിന്റുകളാണ് തൃശ്ശൂർ നേടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അന്തരമാണ്. ഈ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരമുണ്ട്. 3ാം സ്ഥാനത്ത് നേരത്തെ വരെ കണ്ണൂരായിരുന്നെങ്കിൽ നിലവിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പാലക്കാടാണ് നിലവിൽ 3ാം സ്ഥാനത്തുള്ളത്. 541 പോയിന്റുകളുമായി പാലക്കാട് 3ാം സ്ഥാനത്തുണ്ട്. ഏകദേശം സ്വർണ്ണക്കപ്പിൽ തിരുവനന്തപുരം മുത്തമിടുമെന്ന തരത്തിലുള്ള ഒരു സൂചനയൊക്കെ തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് കടുത്ത മഴയുണ്ട്. തലസ്ഥാന നഗരിയിലാണെങ്കിലും ശക്തമായ മഴയുണ്ട്. രാവിലെ ഉൾപ്പെടെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കായികമേളയിൽ ചെറിയ രീതിയിലൊക്കെ മഴ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ആ ഒരു മഴയുടെ സമയങ്ങളിൽ മത്സരം കുറച്ച് വൈകിട്ടാണെങ്കിലും അതിനുശേഷം വീണ്ടും മത്സരങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും തിരുവനന്തപുരം അതിന്റെ ആധിപത്യം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അതിൽ എന്തായാലും ഈ പറഞ്ഞതുപോലെ മഴയാണ് വില്ലൻ അവിടെയും. അതും കായികമേളയൊക്കെ ഈ മഴ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ മഴയത്ത് ആണ് ഈ മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. അവരുടെ ഒരു ആവേശം അത് പറയാതെ വയ്യ. എന്തായാലും നമ്മളൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കാരണം ഈ ട്രാക്കും ഫീൽഡും ഒക്കെ ഒരുപാട് കഥകൾ കണ്ട ട്രാക്കും ഫീൽഡുമാണ്. മെഡൽ പ്രതീക്ഷകൾക്കപ്പുറം വീടെന്ന സ്വപ്നത്തിലേക്ക് ബൂട്ടണിഞ്ഞ ഇടുക്കിയിലെ ഒരു മിടുക്കിയുടെ പോരാട്ടക്കുതിപ്പിൻ്റെ കഥ കൂടി പറയാനുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ മീറ്റ് റെക്കോർഡോടെയാണ് ദേവപ്രിയ ഷൈബു എന്ന 9ാം ക്ലാസ്സുകാരി തൻ്റെ സ്വപ്നത്തിലേക്ക് ഓടിക്കയറിയത്. മഴയിലും മുടങ്ങാത്ത പരിശീലനം, ഉറച്ച ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പ്,
ഇടുക്കിയിലെ മിടുക്കി ട്രാക്കിലൂടെ ഓടിക്കയറിയത് തൻ്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവും പേറിയാണ് ദേവപ്രിയ ഷൈബു എന്ന 9ാം ക്ലാസ്സുകാരി ഹൈറേഞ്ചിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വണ്ടി കയറിയത്. ട്രാക്കിൽ സ്റ്റാർട്ടിംഗ് ഗൺ ഫയറിനായി കാത്തു നിൽക്കുമ്പോഴും മനസ്സിൽ ലക്ഷ്യം അതുമാത്രമായിരുന്നു: 100 മീറ്ററിലെ റെക്കോർഡ് നേട്ടം. റെക്കോർഡെന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു, അതൊരു ഡ്രീമായിരുന്നു, അതെനിക്ക് എടുക്കാൻ പറ്റി. മഴയത്ത് പരിശീലനം ഉണ്ട്, മറ്റേ പണിക്കൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തമായി ഒരു വീടെന്നത് ദേവപ്രിയയ്ക്ക് നാളുകളായുള്ള സ്വപ്നം മാത്രമായിരുന്നു. പോയ വർഷം സ്വർണം നേടിയപ്പോൾ നാട്ടിലെ CPM പ്രവർത്തകർ വീട് വച്ച് നൽകാമെന്ന് ഏറ്റിരുന്നു. എന്നാൽ സ്വന്തമായി സ്ഥലമില്ലാത്തത് പ്രതിസന്ധിയായി. ഈ വർഷം മീറ്റ് റെക്കോർഡ് തകർത്താൽ വീട് വെച്ച് നൽകാമെന്ന് കായിക പരിശീലകൻ ടിബിൻ ജോസഫും വാക്ക് നൽകി. ഇതിൽ പ്രതീക്ഷയർപ്പിച്ചായിരുന്നു ദേവപ്രിയയുടെ മുന്നൊരുക്കം. സാറ് പറഞ്ഞ് നന്നായിട്ട് ഓടണം, റെക്കോർഡ് എടുക്കണമെന്നൊക്കെ. സാറ് കാരണമാണ് എനിക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റിയത്. സാറാണ് എന്നെ പരിശീലിപ്പിച്ച് ഇത്രയും ആക്കിയെടുത്തത്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ മീറ്റ് റെക്കോർഡോടെയാണ് ദേവപ്രിയയുടെ സ്വർണ്ണ നേട്ടം. മത്സരത്തിൽ 12.69 സെക്കൻഡിൽ ലക്ഷ്യം തൊട്ടാണ് ഇടുക്കി കാൽവരി മൗണ്ട് CHSSന്റെ മിന്നും താരം പൊന്നണിഞ്ഞത്. ഇതോടെ പഴങ്കഥയാക്കിയതാകട്ടെ 1987 റെക്കോർഡും. കഴിഞ്ഞ വർഷവും ഇതേ വിഭാഗത്തിൽ ദേവപ്രിയയ്ക്കായിരുന്നു സ്വർണം. എന്നാൽ ഇക്കുറി നേടിയ സ്വർണത്തിന് ഇരട്ടി മധുരമാണ്. പ്രതിസന്ധികളിലും പിന്മടക്കമില്ലാതെ തൻ്റെ സ്വപ്നത്തിലേക്ക് കുതിക്കുകയാണ് ഇടുക്കിയിലെ ഈ മിടുക്കി. ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലും തിളങ്ങുകയാണ് അമൃത സ്കൂൾ. പാരിപ്പള്ളി അമൃത സ്കൂളിലെ കുട്ടികളാണ് കായികമേളയുടെ ഭാഗമായി വിവിധ ഇനങ്ങളിൽ പങ്കെടുത്തത്. കബഡി, വോളിബോൾ മത്സരങ്ങളിലടക്കം അമൃതയിലെ വിദ്യാർത്ഥികൾ കൊല്ലം ജില്ലയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തു. കലാമേളയിലും ശാസ്ത്രമേളയിലും പോലെ സംസ്ഥാന കായികമേളയിലും അമൃത സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ മികവറിയിച്ചു. പാരിപ്പള്ളി അമൃത സ്കൂളിലെ അരുണാചൽ പ്രദേശ് സ്വദേശികളായ 4 വിദ്യാർത്ഥികളാണ് 12-അംഗ കബഡി ടീമിന്റെ ഭാഗമായത്. ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് അമൃത സ്കൂളുകൾ കായികമേളയ്ക്കായി കുട്ടികളെ വാർത്തെടുക്കുന്നതെന്ന് അധ്യാപകനായ സുനിൽ രാജ് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കൂടാതെ അരുണാചലിൽ നിന്നുള്ള 4 പേരും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ജില്ലാ മത്സരങ്ങൾക്ക് ശേഷം സെലക്ഷൻ ലഭിച്ച പല സ്കൂളുകളിലെ കുട്ടികളാണ്. അപ്പോൾ അതിൽ പലർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഒട്ടുമിക്ക ദിവസങ്ങളിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കബഡിക്ക് പുറമെ വോളിബോൾ, ഡിസ്ക് ത്രോ മത്സരങ്ങളിലും അമൃതയുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കബഡിക്ക് പുറമെ വോളിബോൾ മത്സരങ്ങളിലും അമൃതയുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എല്ലാ മേളകളിലും അമൃത വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ സാന്നിധ്യവും പതിവാണ്. പഠനത്തോടൊപ്പം കലാ കായിക മേഖലയ്ക്കും അമൃത സ്കൂൾ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങനെ ചൂടുപിടിക്കുകയാണ്. പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെയുണ്ട് കളത്തിൽ. പക്ഷേ യഥാർത്ഥ പോരാട്ടം നിതീഷ് കുമാറിൻ്റെ ഒരു എക്സ്പീരിയൻസും തേജസ്വി യാദവിൻ്റെ യുവത്വവും തമ്മിലാണ്. ഉപമുഖ്യമന്ത്രിയായി മഹാസഖ്യം മുകേഷ് സഹാനിയെ നിർത്തിയത് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് വിലയിരുത്തൽ. ബീഹാറിൽ തുടർഭരണം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രതിസന്ധികൾ പലതുണ്ട്. എന്നാൽ നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ ചാണക്യൻ അത്ഭുതങ്ങൾ സമ്മാനിക്കുമെന്ന് NDA കരുതുന്നു. മുന്നണികൾ മാറുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്ന നിതീഷിന്റെ തന്ത്രങ്ങൾ ഗുണമാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. BJPയുടെ സംഘടനാ സംവിധാനവും നിതീഷിന്റെ പരിചയസമ്പത്തുമാണ് NDAയുടെ മുതൽക്കൂട്ട്. അതേസമയം യുവാക്കളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് തേജസ്വിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വമെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. 7.5 കോടി വരുന്ന ബീഹാർ വോട്ടർമാരിൽ 1.5 കോടിയിലധികം യുവാക്കളാണ്. ആ വോട്ടുകളിൽ നല്ലൊരു ശതമാനം ലഭിച്ചാൽ BJP നേതൃത്വം നൽകുന്ന ഭരണപക്ഷത്തെ മറികടക്കാനാകുമെന്ന് മഹാസഖ്യം കണക്കുകൂട്ടുന്നു. 18% വരുന്ന മുസ്ലിം ന്യൂനപക്ഷവും 14% വരുന്ന യാദവ് വോട്ടുകളും ഏറെക്കുറെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് RJDയുടെയും മഹാസഖ്യത്തിന്റെയും പ്രതീക്ഷ. അടിയൊഴുക്കുകൾ തടയുക ലക്ഷ്യമാക്കിയുള്ളതാണ് മുകേഷ് സഹാനിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം. താഴെത്തട്ടിൽ ഇറങ്ങിയുള്ള തേജസ്വിയുടെ ഇടപെടലുകൾക്കൊപ്പം സഹാനിയുടെ ജനപിന്തുണയും ജാതി സമവാക്യവും ഗുണം ചെയ്യുമെന്ന് മഹാസഖ്യം കരുതുന്നു. 9% വോട്ടുള്ള നിഷാദ് സമുദായത്തിലെയും മല്ല സമുദായത്തിലെയും വോട്ടുകൾ സഹാനിയിലൂടെ സ്വന്തമാക്കാമെന്നാണ് RJDയുടെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ.
അതുകൊണ്ടാണ് കോൺഗ്രസിനെ മറികടന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം VIP-ക്ക് നൽകിയത്. എന്നാൽ അധികാരം കിട്ടിയാൽ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. 28-ാം തീയതി മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നുണ്ട്. സ്ത്രീകൾക്കായി കൂടുതൽ പദ്ധതികൾ പ്രകടന പത്രികയിലുണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മലേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. മലേഷ്യയിൽ നാളെ തുടങ്ങുന്ന ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്ക് സമാന്തരമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുമായുള്ള വ്യാപാര കരാറുകളിൽ അസ്വാരസ്യം തുടരുന്നതിനിടെയാണ് കൂടിക്കാഴ്ചയുടെ സാധ്യതകൾ ആരായുന്നത്. ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ശേഷം ഏഷ്യയിലേക്കുള്ള ട്രംപിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സന്ദർശനമാണ് ഇത്തവണത്തേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതിനിടെ കരീബിയൻ കടലിൽ നിർണായക സൈനിക നീക്കവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക. 90 വിമാനങ്ങൾ വഹിക്കാൻ കഴിയുന്ന USS ജെറാൾഡ് R4 വിമാനവാഹിനി കപ്പലിനെ മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്ന് കരീബിയൻ കടലിലേക്ക് മാറ്റി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത ഉത്തരവിട്ടിട്ടുണ്ട്. അമേരിക്ക വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുന്നു എന്നാണ് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മെഡൂറോ ആരോപിക്കുന്നത്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളെന്ന് ട്രംപ് പറയുമ്പോഴും കഴിഞ്ഞ 2 ആഴ്ചയായി കരീബിയൻ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസം US വ്യോമസേനയുടെ B-1B ബോംബർ വിമാനങ്ങൾ കരീബിയൻ കടലിന് മുകളിലൂടെ പരിശീലന പറക്കൽ നടത്തിയിരുന്നു. നിലവിൽ 10,000 സൈനികരാണ് കരീബിയൻ മേഖലയിലുള്ളത്. ഇതിനു പുറമെ 8 US കപ്പലുകളും 10 F-35 സ്റ്റെൽത്ത ഫൈറ്റർ വിമാനങ്ങൾ പ്യൂട്ടോ റിക്കോയിലുമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. കാസർഗോഡ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ എന്തായാലും ഇത്തവണ പോരാട്ടം കനക്കും. കടലും കായലും അതിർത്തി പങ്കിടുന്ന തീരദേശ ഗ്രാമപഞ്ചായത്തിൽ UDF-നുള്ള മേൽക്കൈ തകർത്ത് 3 സീറ്റ് വ്യത്യാസത്തിൽ 2020-ൽ LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. UDF-ലുണ്ടായ അസ്വാരസ്യങ്ങൾ LDF വിജയത്തിന് കളമൊരുക്കുകയായിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം ഇത്തവണ കൈപ്പിടിയിലാക്കാനുള്ള ഒടുക്കത്തിലാണ് UDF. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 40 വർഷക്കാലത്തെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത് പഞ്ചായത്തിലെ UDF മേൽക്കോയ്മയാണ്. എന്നാൽ 13 വാർഡുകളുള്ള തീരദേശ ഗ്രാമപഞ്ചായത്തിൽ 2020-ൽ UDF കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് LDF നേതൃത്വത്തിൽ CPM ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അസ്വാരസ്യങ്ങളെ മുതലാക്കിക്കൊണ്ടാണ് 3 വാർഡുകൾ പിടിച്ചെടുത്ത് CPM ഭരണത്തിലേറിയത്. 2010-ൽ UDF ഭരണം കിട്ടിയിട്ടും മുന്നണിക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചത് മുതൽ രാഷ്ട്രീയ കാറ്റ് LDF-ന് അനുകൂലമായി പഞ്ചായത്തിൽ CPM മികച്ച രീതിയിൽ ശക്തിപ്പെടുന്നതിന് വഴി തുറന്നു. നിലവിൽ CPM-ലെ VV സജീവൻ പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. തീരശോഷണം നേരിടുന്ന ഗ്രാമപഞ്ചായത്തിൽ കണ്ടലോരം പദ്ധതി അടക്കം നടപ്പാക്കി ഹരിത കേരള മിഷന്റെ സംസ്ഥാനതല പുരസ്കാരമടക്കം നേടിയതിന്റെ നിറവിലാണ് ഭരണസമിതി. തിരഞ്ഞെടുപ്പെടുക്കവേ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ തവണത്തെ ഭരണത്തെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കടൽ തീരത്തിന് ഒരു ഹരിത കവചം എന്നുള്ള രീതിയിലേക്ക് 75,000 കാറ്റാടി തൈകൾ വെച്ച് പിടിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പഞ്ചായത്താണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്. ദ്രവമാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോക്കേജ് പിറ്റുകൾ മുഴുവൻ വീടുകൾക്കും നിർമ്മിച്ചു നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. കേരളത്തിൽ തന്നെ കണ്ടലോരം എന്നൊരു പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മികച്ച രീതിയിൽ കണ്ടലോരം പദ്ധതി രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതേസമയം അവാർഡുകൾക്ക് വേണ്ടി മാത്രം LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പല പ്രോജക്റ്റുകളും ഉണ്ടാക്കിയെന്നും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF-നകത്തുണ്ടായ അസ്വാരസ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലേറുന്നതിന് ഇടയാക്കിയത്. UDF-ന് മേൽക്കൈയുള്ള ഗ്രാമപഞ്ചായത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കുന്ന കാര്യം ഉറപ്പെന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ M. അബ്ദുൽ സലാം പറഞ്ഞു. UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി
മനസ്സിലാക്കി അതിനകത്ത് ആവിഷ്കരിക്കുന്ന പ്രൊജക്റ്റുകൾ അത് ജനോപകാരപ്രദമായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറയുന്നത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയില്ല, നമുക്ക് വെറും അവാർഡിന് വേണ്ടി മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്രാവശ്യം എന്തായാലും ആകെയുള്ള 14 സീറ്റ്, നേരത്തെ ഇത് 13 ആയിരുന്നു, ഇപ്പോഴത് 14 വാർഡായി മാറിയിട്ടുണ്ട്. 9-10 സീറ്റോളം UDF ലഭിച്ച് എന്തായാലും ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ന് മുന്നണി എത്തിയിട്ടുണ്ട്. നടപ്പാക്കിയ വികസന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി CPM ഒരുങ്ങുമ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളിലൂടെ പരാജയപ്പെട്ട കോട്ടകളിലടക്കം വോട്ടുകൾ ഉറപ്പാക്കി വീണ്ടും അധികാരത്തിലേറാനുള്ള ഒരുക്കത്തിലാണ് UDF. അമൃത ന്യൂസ്, കാസർഗോഡ്. പല പദ്ധതികളും കാര്യങ്ങളും ഒക്കെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവരും, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായി പോകുന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ പട്ടികവർഗ കൈത്തറി നെയ്ത്ത് വ്യവസായ യൂണിറ്റ് കാട് കയറി നശിക്കുന്നു. ആദിവാസി മേഖലയുടെ ഉന്നമനത്തിനായി വ്യവസായ വകുപ്പ് തുടങ്ങിയ ഈ യൂണിറ്റ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാരകേന്ദ്രമാണ്. വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ മുൻകൈയെടുത്തവർ കൈയൊഴിഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് അധികൃതർ. കോടികൾ ചിലവഴിച്ച കോടികൾ നശിപ്പിച്ച കുളത്തൂപ്പുഴ കൈത്തറി വ്യവസായ സഹകരണ സംഘമാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. വ്യവസായ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് കൊല്ലം കുളത്തൂപ്പുഴയിൽ പട്ടികവർഗ കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തിനു കീഴിൽ പുതിയൊരു നെയ്ത്ത് യൂണിറ്റിന് തുടക്കമിട്ടത്. കുളത്തൂപ്പുഴയിൽ ചെറുകര, വില്ലുമല, 2 മൈൽ, കുളമ്പി തുടങ്ങി ആദിവാസി ഊരുകളിലെ സ്ത്രീകൾക്കായി തുടങ്ങിയ ഒരു തൊഴിൽ സംരംഭം. ബെഡ്ഷീറ്റ്, കൈലിമുണ്ട്, തോർത്ത് എന്നിവയായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത്. തുടക്കത്തിൽ വ്യവസായ വകുപ്പിന് കീഴിൽ പരിശീലനം ലഭിച്ച ആദിവാസി ഊരുകളിലെ സ്ത്രീകൾ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഒരു സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു ആദ്യകാലത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. എന്നാൽ പിന്നീട് കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളും നെയ്ത്തിനാവശ്യമായ നൂൽ കിട്ടാതെ ആയതോടെയും ഇവിടേക്ക് തൊഴിലാളികൾ വരാതെയായി. മെറ്റീരിയൽ അവൈലബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് ഇവിടെ കിട്ടിയിട്ടില്ല. 2, ഇത് ട്രൈബലുമായി ബന്ധപ്പെട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു, അവരുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്തോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2, ഇത് വ്യവസായ വകുപ്പിനൊരു ഹാൻഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെല്ലാം ഏകീകരിച്ച് ചെയ്യാത്തതുകൊണ്ട് പറ്റിപ്പോയൊരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഇത് പൂട്ടിക്കിടക്കുന്നത്. ഇവിടുത്തെ മന്ത്രിയായിരുന്ന ശ്രീ കെ രാജു അവർക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P. രാജീവിന് ഞങ്ങളൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായി ഇതിന്റെ അവസ്ഥ ഈ വിധം തുടരുന്നു. വ്യവസായ വകുപ്പോ പട്ടികവർഗ വികസന വകുപ്പോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. നെയ്ത്ത് വ്യവസായ യൂണിറ്റിന്റെ നടത്തിപ്പ് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ മറുപടി. ആ സ്ഥാപനം നിലനിൽക്കണം, അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, സ്ഥാപനത്തിന് വല്ല പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ തുടർ മെയിൻ്റനൻസോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ മറ്റ് സാഹചര്യങ്ങൾ പഞ്ചായത്തിൻ്റെ അധീനതയിലല്ല. സാമൂഹ്യ വിരുദ്ധരൊന്നും അകത്ത് കയറാനുള്ള സംവിധാനമില്ല, പൂട്ടി തന്നെ കിടക്കുകയാണ്. കാരണം നമ്മൾ തൊഴിലുറപ്പിൽ വർഷം തോറും അതിൻ്റെ പരിസരം വൃത്തിയാക്കുകയും തൈകൾ നടുകയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തുടർ സംവിധാനത്തിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ സെക്രട്ടറി അടക്കം സർക്കാരാണല്ലോ നിയമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിയമനത്തിൽ വന്ന ഒരു കാലതാമസമാണ്. സർക്കാരിന്റെ വികസന രേഖകളിലും പ്രോഗ്രസ് റിപ്പോർട്ടുകളിലും പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള നിരവധി പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും കൊട്ടിഘോഷിക്കുമ്പോഴാണ് നടത്തിപ്പിലെ പാളിച്ചകൾ മൂലം ഒരു സംരംഭം ഇങ്ങനെ നശിക്കുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന വിധി വന്നു. ജീവിത പങ്കാളികൾ വേർപിരിയുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ജീവിത പങ്കാളിക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്ന്. വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അധിക ജീവനാംശം ചോദിക്കുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണ് നിരീക്ഷണം എന്നതാണ് ശ്രദ്ധേയം. ഈ വിഷയമാണ് ഇന്നത്തെ വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. നിയമം എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമല്ലേ എന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ സമൂഹത്തിലെ ചിലർക്കെങ്കിലും. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് കോടതികളിൽ നിന്നുണ്ടാകുന്ന വിധികളിൽ പലതും.
അങ്ങനെയൊന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിധി. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ജീവിത പങ്കാളിക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. ജീവനാംശം ഔദാര്യമോ അവകാശമോ? അമ്പിളി, സുപ്രധാന വിധിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഭർത്താവിനെ പിഴിഞ്ഞ് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന സ്ത്രീകൾക്കൊരു തിരിച്ചടി, അല്ലേ? വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ആയാലും മറ്റ് ഹൈക്കോടതികളായാലൊക്കെ ഈ ജീവനാംശം വാങ്ങുന്നവരുടെ യഥാർത്ഥ ആവശ്യം എന്താണ് കോടതിയിൽ തെളിയിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സുപ്രധാന വിധി ഉണ്ടാവുകയുണ്ടായി ഈ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട്. അതായത് സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള പങ്കാളിക്ക് ജീവനാംശം നൽകേണ്ടതില്ല എന്നുള്ള ഒരു സുപ്രധാന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതും ഒരു ഡിവേഴ്സ് കേസ് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ഒരാൾ ഇന്ത്യൻ റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, ഭർത്താവ് എന്ന് പറയുന്നത് അഭിഭാഷകനും കൂടിയാണ്. അപ്പോൾ ആ ജീവനാംശവുമായി ബന്ധപ്പെട്ട് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിവാഹമോചന കേസുകളിലെ ജീവനാംശം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സാമ്പത്തികമായ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കോ വേണ്ടി ആവരുത് ഈ ജീവനാംശം എന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 25 പ്രകാരം അത് നടപ്പാക്കാനാകില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അത് ഈ സെക്ഷൻ 25 എന്ന് പറയുന്നത് ഈ പങ്കാളികളുടെ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആവട്ടെ ആരാണോ ജീവനാംശം ആവശ്യപ്പെടുന്നത് അവരുടെ ഈ വരുമാനം, അതുപോലെ തന്നെ വരുമാന ശേഷി, പിന്നെ സ്വത്ത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം, ഇതൊക്കെ ഈ വിവാഹമോചന കേസുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ കോർട്ടിന് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. വിവാഹമോചന നിയമത്തിൻ്റെ വ്യവസ്ഥകളിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടാകുന്നത്. വളരെ സാമ്പത്തികമായി ശേഷിയുള്ള അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു സ്വത്തും ആസ്തിയും പണവും എല്ലാം ജീവനാംശം ആവശ്യപ്പെടുമ്പോൾ നൽകേണ്ടതില്ല എന്ന് കോടതി പറയുന്നത്. ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു കീഴ്വഴക്കമാണ് എന്ന് പറയാം. ഒരു വിവാഹമോചന നിയമത്തിലൊരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്, പക്ഷേ ഇതൊരു കീഴ്വഴക്കമാണ് എന്ന് പറയാം. കാരണം ഇത്തരം വിവാഹമോചന കേസുകൾ ഇനി മറ്റു കോടതികളിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ഈ വിധി ചൂണ്ടിക്കാണിക്കാനാകുമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ജീവനാംശത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹമോചന നിയമവുമായി ബന്ധപ്പെട്ട് വളരെ ജാഗ്രതയോടും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടിയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആർക്കാണോ ജീവനാംശം നൽകുന്നത് അത് എന്നും ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ലോകത്തിലെ പല രാജ്യങ്ങളിലായാലും. അപ്പം നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എടുക്കുകയാണെങ്കിൽ ഈ വിവാഹമോചന നിയമങ്ങളിൽ ജീവനാംശം സാമ്പത്തികമായി ആവശ്യപ്പെടാനുള്ള അവകാശബോധമൊന്നും നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പിന്നീടാണ് നമ്മൾ സമൂഹത്തിൽ ഈ വിവാഹമോചന നിരക്കിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അപ്പോൾ അതിൽ ആ നിയമവ്യവസ്ഥയെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്നു. പിന്നെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്ന് കാലം മാറി സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യരായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ തുല്യതയുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മളിത് സംസാരിക്കുമ്പോഴും നിയമത്തിന് മുന്നിൽ എപ്പോഴും സ്ത്രീ പുരുഷനും എന്നൊന്നുമില്ലല്ലോ. ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായത് ജീവിത പങ്കാളിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഇത്ര തുക കൊടുക്കാനുള്ള അവകാശമില്ല, അതായത് സ്ത്രീക്ക് എന്നൊരു വാക്ക് വന്നിട്ടില്ല. അത് ആ തുല്യത ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി, എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ? വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമ്പോഴേക്കും ഈ കീഴ്ക്കോടതി ഒരു തുക ഭാര്യയ്ക്കും മകൾക്കുമായി നീക്കിവെക്കാൻ പറയുകയും, പക്ഷെ അത് പോരാ എന്നാണ് മുഹമ്മദ് ഷമിയുടെ ഭാര്യ അവകാശപ്പെട്ടത്. ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അത് പോരാ, കാരണം മുഹമ്മദ് ഷമിക്ക് അതിൽ കൂടുതൽ വരുമാനമുണ്ട്, വാർഷിക വരുമാനം കോടികളാണ്, അപ്പൊ അതിന്റെ ഒരു പങ്ക് കിട്ടണം എന്നാണ് പറഞ്ഞത്. അന്ന് കോടതി ചൂണ്ടിക്കാണിച്ചൊരു ചോദ്യമുണ്ട്. ജീവനാംശം എന്ന് പറയുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള തുകയല്ല. ഈ അതിദരിദ്രരായുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനായി ഒരു വരുമാനം ഭർത്താവിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക, അത് ഒത്തുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ വിവാഹമോചനം വാങ്ങുക,
അതിൽ കൂടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് എല്ലാ പൈസയും അടിച്ചു മാറ്റുക എന്നൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ എല്ലാ വിവാഹമോചനങ്ങൾ ഏകദേശം വിവാഹമോചനം എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് സ്ഥിതി. എപ്പോഴും പുരുഷന്മാർ ചിന്തിക്കും, വിവാഹമോചനം വാങ്ങുകയാണെങ്കിൽ എൻ്റെ വീടടക്കം സ്വത്തടക്കം എല്ലാം എഴുതി വാങ്ങാനുള്ള ഒരു കച്ചിത്തുരുമ്പ്. കാരണം നിയമത്തെ ചൂഷണം ചെയ്യുകയാണ് ഒരു പരിധിവരെ സ്ത്രീകൾ ചെയ്തിരുന്നത് എന്ന് നമുക്ക് നിർഭാഗ്യവശാൽ ഇവിടെ ഇരുന്ന് പറയേണ്ടി വരും. കാരണം മെജോറിറ്റി നമ്മൾ കണ്ടുവരുന്നത് അതാണ്. പക്ഷേ അതിനൊക്കെ തടയിടുന്നൊരു വിധിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് 2025 ജൂൺ 18 വിധി വന്നിരുന്നു. അത് ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചിലാണ്. അതായത് നമുക്കിപ്പോൾ സ്ത്രീക്കും പുരുഷനും നല്ല വരുമാനം ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ജീവനാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം കല്യാണം കഴിഞ്ഞു പോകുന്ന വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിരതയാണ്. അതിൽ കൂടെ തന്നെ വന്നു കയറുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ജീവിക്കുന്ന പെൺകുട്ടിക്ക് വരുമാനം കുറവാണ് എങ്കിൽ, അങ്ങനെ വരുമാനം കുറവാണ് എങ്കിൽ ഭർത്താവിൽ നിന്ന് ജീവനാംശം വാങ്ങിക്കൊടുക്കാം. അങ്ങനെയൊരു നിയമത്തിൻ്റെ പഴുത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ ജീവിത പങ്കാളികൾക്ക് ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയ്ക്കും ഭാര്യയെ പോലെ തന്നെ ഭർത്താവിനും വരുമാനമുണ്ട് എങ്കിൽ ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ പുരുഷന്മാർക്കാണ് കുറച്ചും കൂടെ സന്തോഷം വരിക, അല്ലെ അമ്പിളി? ഈ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ അത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന് പറയുമ്പോഴും ജീവനാംശം നൽകുന്നതിന്റെ ഉത്തരവാദിത്വം എപ്പോഴും പുരുഷനാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ഐശ്വര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ സെലിബ്രിറ്റികളുടെ വിവാഹമോചനം വലിയ രീതിയിൽ വാർത്തയാകും, അവരുടെ ജീവനാംശം അതിലും വലിയ രീതിയിൽ വാർത്തയാവാറുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ഷമി പറഞ്ഞു, അതേപോലെ തന്നെയാണ് മുംബൈ കോടതിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഈ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഒരിക്കലും മഞ്ജു വാര്യർ ഒരു കേസിൽ ഒന്നും വാങ്ങാതെ മഞ്ജു വാര്യർ ജീവനാംശം പോലും വാങ്ങാതെ പിരിഞ്ഞു പോയൊരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും. അതായത് യുസ്വേന്ദ്ര ചഹലായാലും അതുപോലെ തന്നെ ഇപ്പൊ ജയൻ രവിയുടെ കേസിലായാലൊക്കെ ഈ ജീവനാംശം വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സെലിബ്രിറ്റികൾക്ക് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മുംബൈയിൽ ഒരു വിവാഹമോചന കേസ് വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയും ആഡംബര ഫ്ലാറ്റും ആഡംബര BMW ഒക്കെയാണ് കോടതിയിൽ ആവശ്യപ്പെട്ട് വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞു, ഈ ജീവനാംശം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് അത് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണോ എന്ന് ആ വ്യക്തി കോടതിയിൽ തെളിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ സാമൂഹ്യമായി ഉന്നതരുടെ കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോഴും സാധാരണക്കാരായ സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിലും സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. വർഷങ്ങളോളം വീട്ടമ്മയായി കഴിയുന്ന ഒരു സ്ത്രീ ഒരു വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ജീവനാംശം കിട്ടാൻ അല്ലെങ്കിൽ അത് അവരുടെ അവകാശമാണ്. കാരണം അവരുടെ കുട്ടികളുടെ പരിപാലനം അല്ലെങ്കിൽ ഒരു പ്രതിഫലവും വാങ്ങാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് പോയ ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു ദിവസം വിവാഹമോചനം നേടുമ്പോൾ അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു ആശങ്കയുണ്ടാവും. അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വിവാഹമോചന നിയമത്തിൽ ഇത്തരത്തിലുള്ള ജീവനാംശം വെച്ചിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ഈ വിവാഹമോചന കേസുകളിൽ കോർട്ടിൽ വലിയ പരിഗണന കിട്ടുന്നു എന്നുള്ള പരാതികളും വിമർശനങ്ങളും മുമ്പേ ഉണ്ട്. ഇത് വിവാഹമോചനം നേടിയ സ്ത്രീകളടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പക്ഷേ അതിലേറ്റവും പ്രധാനം നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥകളിൽ സ്ത്രീകൾക്ക് വലിയ പരിഗണനയും മുൻഗണനയും കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യം എല്ലാ നിയമവ്യവസ്ഥകളിലും സ്ത്രീകളെ വലിയ രീതിയിൽ പരിഗണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ഒക്കെ നമ്മൾ നേടിയെടുത്തതാണ്. പക്ഷേ അതിനെ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ഒരു ന്യായവുമില്ലാതെ ഒരു ലോജിക്കുമില്ലാതെ ജീവനാംശം ആവശ്യപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് കോടതിക്ക് ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചില ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ നിയമം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമല്ലേ എന്ന് ചിലരെങ്കിലും എപ്പോഴും കളിയാക്കിയെങ്കിലും പറയാറുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടമ്മ പെട്ടെന്ന് വിവാഹമോചനം നേടേണ്ട അവസ്ഥ വന്നാൽ അവരെങ്ങനെ മുന്നോട്ട് ജീവിക്കും, അവരവരുടെ കുട്ടികളുടെ ഭാവി എങ്ങനെ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ അമ്മളി പറഞ്ഞതുപോലെ ജീവനാംശം എന്നൊരു തുക കൊടുക്കുന്നത്. ഇതിനു മുൻപ് ഒരു കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. അതായത് വീട്ടമ്മ ചെയ്യുന്നതും ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മയ്ക്കും അതിൻ്റെതായ പ്രതിഫലം കൊടുക്കണം. വീട്ടമ്മ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി ജോലി ചെയ്യുന്നത് കൊണ്ടാണല്ലോ പുരുഷന്മാർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനാകുന്നത്. അതുകൊണ്ട് വീട്ടമ്മ എന്ന പദവിക്ക് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ജോലികൾക്ക് ഒരു നിശ്ചിത തുക ശമ്പളമായി അല്ലെങ്കിൽ ഒരു വരുമാനം പൈസ കൊടുക്കണം എന്നുള്ളതും ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ചില ജീവിതങ്ങൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾക്കും ഈ ഭാര്യയ്ക്കും ഒരു ചെറിയൊരു തുക ജീവനാംശം കൊടുക്കണം എന്നുള്ള വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടും നമ്മുടെ
ഒരു നിലവാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്ര പരിജ്ഞാനമില്ലാത്ത ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സ്ത്രീകൾക്ക് വളരെ അനുകൂലമായൊരു അല്ലെങ്കിൽ ഒരു വിധിയാണ് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ജീവനാംശം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഈ നിയമത്തെ ചൂഷണം ചെയ്യുന്നവർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ നല്ല വരുമാനമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗവും അടിച്ചു മാറ്റി അടിത്തറ വരെ ഇളക്കി എടുത്തതിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പോകാം, ഭർത്താവിൽ നിന്നും ഉയർന്ന ജീവനാംശം ആവശ്യപ്പെടുകയും ചെയ്യുന്നതും നമ്മൾ കാണുന്നൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ. ജീവനാംശം അവകാശം എന്ന് പറയുന്നത് നമ്മുടെ അവകാശം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ഔദാര്യമല്ല, അതുപോലെ തന്നെ അത് അനാവശ്യമായ കാര്യവുമല്ല. ഐശ്വര്യ സൂചിപ്പിച്ച പോലെ 2 പേരുടെയും സാമൂഹ്യ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കോടതിക്ക് ഇതിലൊരു തീരുമാനമെടുക്കാം. അത് ഡിപ്പെൻഡബിൾ കൂടിയാണ്. അതായത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പല കോടതികളിൽ നിന്നും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ സാധാരണക്കാർക്കിടയിലുള്ള ഒരു വിവാഹമോചന കേസായിരിക്കില്ല കുറച്ചും കൂടി സാമൂഹ്യമായി ഉയർന്നു നിൽക്കുന്ന ആളുകളിലേക്ക് ഉള്ള ഒരു വരുന്നത്. എന്തുകൊണ്ടും ഈ നിയമത്തെ ചൂഷണം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എല്ലാം എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ അത് ഉണ്ടാകരുത്. അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. എങ്ങനെ നമ്മുടെ നിയമത്തെ എങ്ങനെ നമുക്ക് അതിൽ പഴുതുകൾ ഉണ്ടാക്കി എങ്ങനെ ഈ അടിച്ചു മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യാം എന്നുള്ളതിൽ നിന്നും ഇപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് നിയമവും നീതിന്യായ വ്യവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ആളുകളെ പറ്റിക്കുന്നതനുസരിച്ച് കോടതിയും കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് നിയമം അനുകൂലമെന്നല്ല. കാരണം നമ്മുടെ സമൂഹത്തിലെ ചില വ്യവസ്ഥിതികൾ അങ്ങനെയാണ്. ഈ ജീവിത പങ്കാളിക്ക് മെച്ചപ്പെട്ട ജീവിതം ആവശ്യമാണ്. പക്ഷേ ഒരു ഉയർന്ന ജീവിത നിലവാരം, തൻ്റെ കയ്യിൽ നല്ല സാലറി ഉണ്ട്, തൻ്റെ ഭർത്താവിനേക്കാളും നല്ല സാലറി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇനിയും നന്നായി ജീവിക്കാനായി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേ തീരൂ. ഐശ്വര്യ പറയുമ്പോഴാണ് ഈ സുപ്രീം കോടതി ഈ ഒരു വീട്ടമ്മയുടെ വിവാഹമോചന കേസ് പരിഗണിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇന്ത്യയിൽ വിവാഹിതരാകുന്ന എല്ലാ പുരുഷന്മാരും ഭാര്യമാരുടെ സാമ്പത്തിക ശാക്തീകരണത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ളത്. അതായത് ഭാര്യ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ഒരു പങ്കാളിയായിരിക്കണം തനിക്കുണ്ടാവേണ്ടത് എന്നതിൻ്റെ ഉത്തരവാദിത്തം പുരുഷനുണ്ടാകണം എന്ന് കോടതി പറഞ്ഞു വെക്കുന്നത് കൂടി ഇത് ചേർത്ത് വായിക്കേണ്ട സംഭവമാണ്. അതെ, ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോടതി വിധികൾ ഉണ്ടാകുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അവർ ബോധവാന്മാരാകണം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്. ഇപ്പം ഒരു വിവാഹമോചനമായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ അത് നമ്മൾ അവസാനിപ്പിക്കുക തന്നെയാണ് നല്ലത്. അതിൽ കൂടെ പോകുന്ന പോക്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടുപോകുന്ന പ്രവണത ശരിയല്ല. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് നിയമവും നീതിന്യായ വ്യവസ്ഥയും മാറുന്നതും ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. നിയമം എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന പൊതുബോധത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി വരുത്തുന്ന നിർണായക മാറ്റങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധിയിലൂടെ പുറത്തുവരുന്നത്. നീതിക്ക് അനുകൂലമായ നിയമം എന്ന കാഴ്ചപ്പാടിലേക്ക് കോടതിയും എത്തിയിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും അവിടെ ഒരു റെക്കോർഡ് പിറന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആതിര രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. ആതിര, ആർക്കാണ് റെക്കോർഡ്? ഏത് ഇനത്തിലാണ് റെക്കോർഡ്? 5000 മീറ്റർ സീനിയർ നടത്ത മത്സരത്തിലാണിപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തിൻ്റെ മുഹമ്മദ് സുൽത്താനാണ് റെക്കോർഡ്. 9 വർഷത്തെ റെക്കോർഡാണ് മുഹമ്മദ് സുൽത്താൻ തകർത്തിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത്ലറ്റിക് ഇനങ്ങളിൽ പാലക്കാടിൻ്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കപ്പ് ഏറെക്കുറെ തിരുവനന്തപുരം ഉറപ്പിച്ചൊരു മട്ട് തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ആദ്യ ഇനത്തിൽ 5000 മീറ്റർ സീനിയർ നടത്ത മത്സരത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ മുഹമ്മദ് സുൽത്താൻ. ആതിര ചേരുകയാണ്. ആതിര, ആദ്യം തന്നെ ഒരു റെക്കോർഡ് പിറന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ തുടക്കം ഗംഭീരമല്ലേ? ഇന്ന്
ഇന്ന് അത്ലറ്റിക് മത്സരങ്ങളോടെയാണ് രാവിലെ ഈ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. 3000 മീറ്റർ നടത്ത മത്സരം, അതുപോലെ തന്നെ സീനിയർ ബോയ്സിന്റെ 5000 മീറ്റർ നടത്ത മത്സരവുമാണ് രാവിലെ 2 ഫൈനലുകൾ അത്ലറ്റിക് മത്സരങ്ങളിൽ പൂർത്തിയായത്. 5000 മീറ്റർ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിനും 3000 മീറ്റർ ഗേൾസിന്റെ നടത്ത മത്സരത്തിൽ കണ്ണൂരിനുമാണ് സ്വർണ്ണ നേട്ടം ഉണ്ടായത്. 5000 മീറ്ററിൽ റെക്കോർഡുകൾ 9 വർഷത്തെ റെക്കോർഡാണ് മുഹമ്മദ് സുൽത്താൻ തിരുത്തിയത്. നിലവിൽ മറ്റ് മത്സരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ തുടങ്ങുക. വൈകുന്നേരത്തോടുകൂടി ഇന്നത്തെ ആകർഷകമായ മത്സരമായ 200 മീറ്റർ മത്സരങ്ങൾ വൈകുന്നേരം ഏകദേശം 5:10 ആണ് ആരംഭിക്കുക. ജാവലിൻ ത്രോ മത്സരങ്ങൾ 3 ജാവലിൻ ത്രോ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ നടക്കാനിരുന്നതാണ്. പക്ഷേ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഏതായാലും തിരുവനന്തപുരം അതിന്റെ തേരോട്ടം തുടരുകയാണ്. 1200-200-ലധികം പോയിന്റുകളുമായി തിരുവനന്തപുരമാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് തൃശൂരുണ്ട്. 3ാം സ്ഥാനത്ത് നേരത്തെ കണ്ണൂരായിരുന്നെങ്കിൽ ഇപ്പോൾ പാലക്കാട് 3ാം സ്ഥാനം നേടിയിരിക്കുന്നു. അത്ലറ്റിക് മത്സരങ്ങളിൽ 113 പോയിന്റുമായി പാലക്കാടാണ് ഏറ്റവും മുന്നിലുള്ളത്. മുൻവർഷത്തെ ചാമ്പ്യന്മാരായ മലപ്പുറം തൊട്ടു പിന്നിലുണ്ട്. ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് മലപ്പുറം അത്ലറ്റിക് മത്സരങ്ങളിൽ 2ാം സ്ഥാനത്തേക്കായത്. പക്ഷേ ഓവറോൾ പോയിന്റ് നില നോക്കുമ്പോൾ തിരുവനന്തപുരമാണ്. ഏകദേശം സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം മുത്തമിടും എന്ന തരത്തിലാണ് ഈ പോയിന്റ് നിലകളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. 1ാമത്തെ സ്ഥാനക്കാരും 2ാമത്തെ സ്ഥാനക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരമുണ്ട് ഈ പോയിന്റ് നിലയെ സംബന്ധിച്ചിടത്തോളം. 1ാം സ്ഥാനത്ത് 1200-ലധികം പോയിന്റുകളാകുമ്പോൾ അതിന്റെ പകുതി പോയിന്റ് 600-ലധികം പോയിന്റുകൾ മാത്രമേ തൃശ്ശൂരിനുള്ളൂ. അതുകൊണ്ട് തന്നെ ശരി, അതിനെന്തായാലും സ്കൂൾ കായികമേളയിലെ ആവേശം പങ്കുവയ്ക്കുകയായിരുന്നു അതിൽ. അവിടെ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലേക്കാണ്. ഇന്ന് അവസാന മത്സരം നടക്കുമെന്നാണ് അറിയുന്നത്. സമ്പൂർണ്ണ തോൽവി ഒഴിവാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഓസ്ട്രേലിയ. 2 കളിയിലും റണ്ണെടുക്കാതെ പുറത്തായ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സിഡ്നിയിൽ രാവിലെ 9 മണിക്കാണ് കളി. സിഡ്നിയിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് മികച്ച റെക്കോർഡുണ്ട്. കളിച്ച 19 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് ഓസീസ് തോറ്റത്. 2016 ഇവിടെ ഇന്ത്യ അവസാനമായി ജയിച്ചത്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നവംബറിൽ ടീം അങ്കോളയിലേക്ക് പോകുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ടീമിന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് അറിയിപ്പ്. നവംബർ 14 അങ്കോളയിലെ മത്സരം. നവംബർ 17 കേരളത്തിൽ വരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ടീം പ്രതിനിധി കൊച്ചിയിലെത്തി സ്പോൺസർമാരുമായും കായിക മന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. ടീം അർജന്റീനയുടെ വരവിനായി കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും അവിടെ ഒരു റെക്കോർഡ് പിറന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആതിര രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. ആതിര, ആർക്കാണ് റെക്കോർഡ്? ഏത് ഇനത്തിലാണ് റെക്കോർഡ്? 5000 മീറ്റർ സീനിയർ നടത്ത മത്സരത്തിലാണിപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തിൻ്റെ മുഹമ്മദ് സുൽത്താനാണ് റെക്കോർഡ്. 9 വർഷത്തെ റെക്കോർഡാണ് മുഹമ്മദ് സുൽത്താൻ തകർത്തിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത്ലറ്റിക് ഇനങ്ങളിൽ പാലക്കാടിൻ്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കപ്പ് ഏറെക്കുറെ തിരുവനന്തപുരം ഉറപ്പിച്ചൊരു മട്ട് തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ആദ്യ ഇനത്തിൽ 5000 മീറ്റർ സീനിയർ നടത്ത മത്സരത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ മുഹമ്മദ് സുൽത്താൻ. ആതിര ചേരുകയാണ്. ആതിര, ആദ്യം തന്നെ ഒരു റെക്കോർഡ് പിറന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ തുടക്കം ഗംഭീരമല്ലേ? ഇന്ന് അത്ലറ്റിക് മത്സരങ്ങളോടെയാണ് രാവിലെ ഈ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. 3000 മീറ്റർ നടത്ത മത്സരം, അതുപോലെ തന്നെ സീനിയർ ബോയ്സിന്റെ 5000 മീറ്റർ നടത്ത മത്സരവുമാണ് രാവിലെ 2 ഫൈനലുകൾ അത്ലറ്റിക് മത്സരങ്ങളിൽ പൂർത്തിയായത്. 5000 മീറ്റർ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിനും 3000 മീറ്റർ ഗേൾസിന്റെ നടത്ത മത്സരത്തിൽ കണ്ണൂരിനുമാണ് സ്വർണ്ണ നേട്ടം ഉണ്ടായത്. 5000 മീറ്ററിൽ റെക്കോർഡുകൾ 9 വർഷത്തെ റെക്കോർഡാണ് മുഹമ്മദ് സുൽത്താൻ തിരുത്തിയത്. നിലവിൽ മറ്റ് മത്സരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ
ഹീറ്റ്സ് മത്സരങ്ങളാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ തുടങ്ങുക. വൈകുന്നേരത്തോടുകൂടി ഇന്നത്തെ ആകർഷകമായ മത്സരമായ 200 മീറ്റർ മത്സരങ്ങൾ വൈകുന്നേരം ഏകദേശം 5:10 ആണ് ആരംഭിക്കുക. ജാവലിൻ ത്രോ മത്സരങ്ങൾ 3 ജാവലിൻ ത്രോ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ നടക്കാനിരുന്നതാണ്. പക്ഷേ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഏതായാലും തിരുവനന്തപുരം അതിന്റെ തേരോട്ടം തുടരുകയാണ്. 1200-200-ലധികം പോയിന്റുകളുമായി തിരുവനന്തപുരമാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് തൃശ്ശൂരുണ്ട്. 3-ാം സ്ഥാനത്ത് നേരത്തെ കണ്ണൂരായിരുന്നെങ്കിൽ ഇപ്പോൾ പാലക്കാട് 3-ാം സ്ഥാനം നേടിയിരിക്കുന്നു. അത്ലറ്റിക് മത്സരങ്ങളിൽ 113 പോയിന്റുമായി പാലക്കാടാണ് ഏറ്റവും മുന്നിലുള്ളത്. മുൻവർഷത്തെ ചാമ്പ്യന്മാരായ മലപ്പുറം തൊട്ടു പിന്നിലുണ്ട്. ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് മലപ്പുറം അത്ലറ്റിക് മത്സരങ്ങളിൽ 2-ാം സ്ഥാനത്തേക്കായത്. പക്ഷേ ഓവറോൾ പോയിന്റ് നില നോക്കുമ്പോൾ തിരുവനന്തപുരമാണ്. ഏകദേശം സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം മുത്തമിടം എന്ന തരത്തിലാണ് ഈ പോയിന്റ് നിലകളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. 1-ാമത്തെ സ്ഥാനക്കാരും 2-ാമത്തെ സ്ഥാനക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരമുണ്ട് ഈ പോയിന്റ് നിലയെ സംബന്ധിച്ചിടത്തോളം. 1-ാം സ്ഥാനത്ത് 1200-ലധികം പോയിന്റുകളാകുമ്പോൾ അതിന്റെ പകുതി പോയിന്റ് 600-ലധികം പോയിന്റുകൾ മാത്രമേ തൃശ്ശൂരിനുള്ളൂ. അതുകൊണ്ട് ശരി, അതിനെന്തായാലും സ്കൂൾ കായികമേളയിലെ ആവേശം പങ്കുവയ്ക്കുകയായിരുന്നു. അവിടെ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലേക്കാണ്. ഇന്ന് അവസാന മത്സരം നടക്കുമെന്നാണ് അറിയുന്നത്. സമ്പൂർണ്ണ തോൽവി ഒഴിവാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഓസ്ട്രേലിയ. 2 കളിയിലും റണ്ണെടുക്കാതെ പുറത്തായ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സിഡ്നിയിൽ രാവിലെ 9 മണിക്കാണ് കളി. സിഡ്നിയിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് മികച്ച റെക്കോർഡുണ്ട്. കളിച്ച 19 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് ഓസീസ് തോറ്റത്. 2016 ഇവിടെ ഇന്ത്യ അവസാനമായി ജയിച്ചത്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നവംബറിൽ ടീം അങ്കോളയിലേക്ക് പോകുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ടീമിന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് അറിയിപ്പ്. നവംബർ 14 അങ്കോളയിലെ മത്സരം. നവംബർ 17 കേരളത്തിൽ വരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ടീം പ്രതിനിധി കൊച്ചിയിലെത്തി സ്പോൺസർമാരുമായും കായിക മന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. ടീം അർജന്റീനയുടെ വരവിനായി കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.